ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന 17 നടത്തും. ഉച്ചയ്ക്ക് ശേഷം നടയടയ്ക്കുമ്പോൾ സ്വർണ്ണപ്പാളികൾ അഴിച്ചു തൂക്കാനും സാമ്പിളുകൾ ശേഖരിക്കാനുമാണ് അനുമതിയുള്ളത്. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, എങ്ങനെയാണ് നടപടി? നേരത്തെ ശബരിമല നട തുറക്കുന്നതിന് മുൻപ് നവംബർ 15-നകം ഇതിന്റെ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തീകരിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. എന്നാൽ തന്ത്രിയുടെ അനുമതി SIT തേടിയതോടുകൂടിയാണ് കാര്യങ്ങൾ നീണ്ടുപോയത്. തന്ത്രിക്ക് അനുമതി നൽകണമെങ്കിൽ നട തുറന്നിരിക്കുന്ന സമയമായിരിക്കണം. അതുകൊണ്ടാണ് നവംബർ 17-ന് നട തുറന്ന് ആദ്യ ദിവസം തന്നെ, അതായത് വൃശ്ചിക മാസത്തിലെ 1-ാം തീയതി നട തുറന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കും. ആ നട അടയ്ക്കുന്ന സമയത്ത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ അടക്കം സ്വർണ്ണപ്പാളികൾ അഴിക്കാനും അതിന്റെ തൂക്കമെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ശബരിമല ശ്രീകോവിലിലെ 98-ൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്ന പാളികളുടെ സാമ്പിളുകൾ അടക്കം ശേഖരിക്കുന്നതിനാണ് ഇപ്പോൾ ഹൈക്കോടതി SITക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ഇനി നട തുറന്നിരിക്കുന്ന സമയത്തായിരിക്കും ഈ ശാസ്ത്രീയ പരിശോധനകൾ നടക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലൊന്നാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയമായ തെളിവ് ശേഖരണം ഇതിൽ പ്രധാനമാണ്. 98-ൽ സ്വർണം പൊതിഞ്ഞ പാളികളിൽ എത്രമാത്രം സ്വർണം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുക പ്രധാനമാണ്. അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ ഏതാണ്ട് 2.5 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് UB ഗ്രൂപ്പ് നൽകിയ രേഖകളിലുള്ളത്. അത്രയും അധികം സ്വർണം ഉണ്ടായിരുന്നോ എന്നതൊക്കെ ശാസ്ത്രീയമായി കൂടി സ്ഥിരീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശാസ്ത്രീയ പരിശോധനയിലേക്ക് SIT കടക്കുന്നത്. ഹൈക്കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ശരി, ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.